ഹലോ നമസ്കാരം. ബഡ്ജറ്റ് കുറച്ചിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു കിച്ചൺ സെറ്റ് ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അറിയാം, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒരു ഹൈ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതിന് മാച്ച് ആവാത്തത് പലതും ഉണ്ടാവും. കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുക. അതെല്ലാം നമ്മുടെ ക്ലൈൻറ്റിൻ്റെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിലേറ്റവും ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ളത്, ഫെറോ സിമെൻറ്റ് കൊണ്ട് സ്ലാബ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണാം, ഫെറോ സിമെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തട്ടുകൾ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓൾറെഡി ഗ്രാനൈറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമ്മലാണ് നമ്മൾ ഈ ചാമ്പ്യൻ സ്റ്റീൽ വെച്ചിട്ട് ഫ്രെയിമും അതേപോലെ തന്നെ ഗോൾഡൻ കളറ് പിന്നെ PVC ഷീറ്റും അവിടെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും പ്ലേറ്റിൻ്റെ ട്രേ വരുന്നുണ്ട്, പിന്നെ കപ്പ് സാസറിൻ്റെ ട്രേ വരുന്നുണ്ട്. ഇത് നമുക്കൊരു പിന്നെ സ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ട്രേ വരുന്നുണ്ട്. ഇതും പ്ലേറ്റിൻ്റെ ട്രേയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേറ്റോ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ GTPTൻ്റെ യൂണിറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം. അതെല്ലാം ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ഇത് ക്ലയൻറ്റ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ എങ്ങനെയാണ് എത്ര ബഡ്ജറ്റാണ് കരുതുന്നത് എന്നുള്ളതെല്ലാം നോക്കിയിട്ടാണ് നോർമലി റേറ്റ് കൊടുക്കാറുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ മിഡിൽ വരുന്ന ബോക്സ് നമുക്ക് പിന്നെ ഗ്ലാസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് PVC ഷീറ്റ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണിത്. അതിൻ്റെ സിങ്ക് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഏറ്റവും കോർണറിലാണ്. ഇനി ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്പേസിലായിട്ട്, അല്ല അതിന് വർക്ക് ഏരിയ സെപ്പറേറ്റ് ഉണ്ടായതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഗ്യാസ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചണിൽ നിന്ന് അങ്ങോട്ടൊരു പിന്നെ ഒരു സ്പേസ്, അതായത് അങ്ങോട്ടൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പർഗോള രണ്ടെണ്ണം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ ലേസർ കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇനിയും പിന്നെ ഈ മിഡില് സെൻറ്റർ ഈ ടോപ്പും വേണമെന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ബഡ്ജറ്റിൻ്റെ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു കിച്ചണും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ സ്റ്റോറേജും, ഇതിന് സ്റ്റോർ റൂമൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് സ്റ്റോറേജ് മാക്സിമം കുറച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു സിഗ്സാഗ് ടൈപ്പ് ഒരു ഏരിയ ഒക്കെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായതുകൊണ്ട് മാക്സിമം സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് പലർക്കും പല രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് നിങ്ങളെ കിച്ചൺ എങ്ങനെയാണോ വരുന്നത്, അതിൻ്റെ ഏരിയ എങ്ങനെയാണോ വരുന്നത്, എത്ര സ്റ്റോറേജ് വേണം, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഇതിനൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് റേറ്റ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ റേറ്റ് നമ്മൾ ഓരോന്നിൻ്റെയും പറയാത്തത്, പലരുടെയും മെറ്റീരിയലും നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഏരിയയും സൈസും അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം കൂട്ടിയിട്ടാണ് അല്ലെങ്കിൽ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കിച്ചണിൻ്റെ റേറ്റ് പറയാം. ഓക്കെ.